എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. കുട്ടികളേറെ ഇഷ്ടപ്പെടുന്ന മാംഗോ യോഗട്ടിന്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഹെൽത്തി സ്നാക്കാണിത്. ഈ മാമ്പഴക്കാലത്ത് നമ്മൾ തീർച്ചയായും ഒരിക്കലും കുട്ടികൾക്കിത് തയ്യാറാക്കി കൊടുക്കണം. ഞങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റ് കിഡ്സ് സ്പെഷ്യൽ സ്നാക്സ് റെസിപ്പികൾ ചാനൽ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഇതിനായി ആദ്യം തന്നെ മാംഗോ പ്യൂരി തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നന്നായി പഴുത്തിയ ഒരു മാങ്ങയുടെ പകുതി ഭാഗം തൊലി ചെത്തി ചെറിയ കഷ്ണങ്ങളായി എടുത്തിട്ടുണ്ട്. ഇതിനി അരച്ച് മാംഗോ പൾപ്പ് റെഡിയാക്കാം. ഇതിനി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് ഒഴിക്കാം. ഏത് ടൈപ്പ് മാംഗോ വേണമെങ്കിലും ഇതിനായി ഉപയോഗിക്കാം. പക്ഷെ നാരുള്ള ടൈപ്പ് മാങ്ങയാണെങ്കിൽ ഈ സമയത്ത് അതൊന്ന് അരിച്ച് പാനിലേക്ക് ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്ത് വേവിക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന മാങ്ങയുടെ മധുരം അനുസരിച്ച് ഈ ചേർക്കുന്ന മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാര ചേർക്കുന്നത് ഒഴിവാക്കാം. ഈ മാംഗോ പ്യൂരി 3-4 മിനിറ്റ് കൊണ്ട് റെഡിയാവും. നമ്മൾ ആദ്യം ചേർത്ത മാംഗോ പൾപ്പിന്റെ കളറ് മാറി കുറച്ചൊരു ഗ്ലേസിങ് പോലെ വരും. അപ്പോൾ ഈ പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റിവെക്കാം. അടുത്തതായി ഇത് തയ്യാറാക്കാനുള്ള പാല് തിളപ്പിച്ചെടുക്കാം. അതിനായി ഒരു സോസ് പാനിലേക്ക് 300 ml പാലാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തിളപ്പിച്ചെടുക്കാം. ഇതിനായി നെയ്യൊന്നും മാറ്റാത്ത ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുക്കേണ്ടത്. മാംഗോ പ്യൂരി ഉണ്ടാക്കുന്ന സമയത്ത് മധുരം ചേർക്കാൻ മറന്നുപോയെങ്കിൽ ഈ സമയത്ത് പാലിലേക്ക് ചേർത്താലും മതി. പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിന് ചൂടാറാനായി മാറ്റിവെക്കാം. പാല് കംപ്ലീറ്റ് ആയിട്ട് തണുപ്പിക്കേണ്ട, ചെറിയ ചൂടോട് കൂടിയാണ് വേണ്ടത്. ഇനി യോഗട്ട് തയ്യാറാക്കാനായി ഒരു ചെറിയ ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ പ്ലെയിൻ യോഗട്ട് എടുക്കുന്നു. അതല്ലെങ്കിൽ പുളി കുറഞ്ഞ തൈര് എടുത്താൽ മതി. ഇതൊന്ന് ഇളക്കി ഉടച്ചെടുക്കാം. ഒന്ന് സ്മൂത്തായി വരട്ടെ. അടുത്തതായി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയതിൽ നിന്നും 4 ടേബിൾ സ്പൂൺ മാംഗോ പ്യൂരി ചേർക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ നല്ല ഈവനായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറു ചൂടോട് കൂടി തന്നെ തിളപ്പിച്ചാറിയ പാല് ചേർക്കാം. ഇതിനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിന് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിന് സെറ്റ് ആവാനായി ചൂടുള്ളൊരു സ്ഥലത്തേക്കാണ് മാറ്റി വയ്ക്കേണ്ടത്. ഓരോ സ്ഥലത്തെയും കാലാവസ്ഥ അനുസരിച്ച് 8 തൊട്ട് 10 മണിക്കൂർ വരെ എടുക്കാം ഇത് സെറ്റായി വരാൻ. കുക്കർ ഉണ്ടെങ്കിൽ വെറും 2 മണിക്കൂർ കൊണ്ട് എങ്ങനെ കട്ട തൈര് ഉണ്ടാക്കാമെന്നൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ആ രീതിയിൽ ചെയ്താൽ ഈ യോഗട്ട് വെറും 2 മണിക്കൂർ കൊണ്ട് റെഡിയായി കിട്ടും. ഇതുപോലത്തെ ഗ്ലാസ് ബൗളിൽ വെക്കുന്നതിലും വേഗത്തിൽ ഇത് സെറ്റായി കിട്ടണമെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ വെച്ചാൽ മതി. ഇത് കൂടുതൽ സമയം വെച്ചാൽ പുളിച്ചു പോവും. അതുകൊണ്ട് തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുക്കറിൽ വെച്ച് 2 മണിക്കൂർ കൊണ്ട് തയ്യാറാക്കുന്നതാണ് നല്ലത്. അങ്ങനെ മാംഗോ യോഗട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് വഴി തുടർന്നുള്ള വീഡിയോസ് കണ്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. ബൈ. ടേക്ക് കെയർ.